السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا علمنا ما ينفعنا زدنا علما رب زدنا علما نافعا. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമക്രഹാണ് നമുക്കിങ്ങനെ പരിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള അവസരം അള്ളാഹു നൽകിയത്. അൽഹംദുലില്ലാഹ്. നമുക്ക് കൂടുതൽ പഠിക്കാൻ, കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിപ്പോൾ സൂറത്തുൽ ഹാഖയല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എത്ര ആയത്തായി റഷീദത്തെ ലെഫ്റ്റായി തോന്നുന്നു അല്ലേ? ജമീല ഓർക്കുന്നുണ്ടാ എത്ര ആയത്തായി എന്നുള്ളത്? കേൾക്കുന്നില്ല. നിങ്ങളെ വോയിസ് ഇങ്ങോട്ട് എനിക്ക് കേൾക്കുന്നില്ല. ഏകദേശം നമ്മള് 14-15 ആയത്ത് എടുത്തെന്ന് തോന്നുന്നുണ്ട് അല്ലേ? നമുക്കൊന്ന് ഓതി നോക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحاقة ما الحاقة وما أدراك ما الحاقة كذبت ثمود وعاد بالقارعة فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها سرعا كأنهم أعجاز نخل خاوية فهل ترى لهم من باقية وجاء فرعون ومن قبله والمؤتفكات بالخاطئة فعصوا رسول ربهم فأخذهم أخذة رابية إنا لما طغى الماء حملناكم في الجارية لنجعلها لكم تذكرة وتعيها أذن واعية فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة وانشقت السماء فهي يومئذ واهية والملك على أرجائها ويحمل عرش ربك فوقهم يومئذ 8 يومئذ تعرضون لا تخفى منكم خافية. നമ്മള് പിന്നെ ഓരോ സമുദായങ്ങളും അവർക്ക് വന്ന ശിക്ഷയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ അതുവരെയാണ് നമുക്ക് എത്തിയത് അല്ലെ? പിന്നെ ജഅലഹാ ലക്കും തദ്കിറതൻ വതഅയഹാ ഉദുനു വാഇയ. അത് അള്ളാഹു അല്ലെ, ഓരോ കാര്യങ്ങളും അള്ളാഹു തആല നമുക്ക് നൽകിയതെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അള്ളാഹുവിനെ ഓർമ്മിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നളെന്ന് പറഞ്ഞത്. അതുവരെ ഞാൻ തോന്നുന്നു പറഞ്ഞത് ഫഇദാ നുഫിഖ ഫിസ്സൂരി നഫ്ഖത്തുൻ വാഹിദ. അങ്ങനെ ഒരു കാഹളത്തിൽ അല്ലെ ഊതപ്പെട്ടാൽ, ഒരു ഊത്ത് കുത്തപ്പെട്ടാൽ, അതിനെ കുറിച്ച് പറഞ്ഞെന്ന് തോന്നുന്നുണ്ട്. ഇല്ല, ഒരുപാട് സൂറത്തുകൾ അപ്പുറത്തും ഇപ്പുറത്തും എടുക്കുന്നതുകൊണ്ട് എന്താണെന്നറിയില്ല, എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ഫഇദാ നുഫിഖ ഫിസ്സൂരി നഫ്ഖത്തുൻ വാഹിദ. പിന്നെ
ആ ഒരു കാഹളത്തിൽ ഒരു ഊത്ത് ഊതപ്പെട്ടാൽ, ഇപ്പൊ ഒന്നാമത്തെ കാഹളമൂത്തിൽ ഈ ഭൂമിയിലുള്ളത് മുഴുവനും നശിച്ച് മണ്ണോട് ചേരുമെന്നും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. വഹമിലത്തിൽ അർദു വൽ ജിബാലു കദുക്കത ദക്കത്തം വാഹിദ, ഭൂമിയും പർവ്വതങ്ങളും ഒക്കെ പൊടിയാക്കി അല്ലെ, അവയെല്ലാം കൂടി ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരവസ്ഥ, അതുവരെയാന്ന് തോന്നുന്നു പറഞ്ഞത്. ഫയൗമ ഇദിൻ വഖഅത്തിൽ വാഖിയ, അങ്ങനെ അന്നത്തെ ദിവസം ആ സംഭവം സംഭവിക്കുകയായി. അപ്പം ഈ പിന്നെ അവസാന നാള് ഖിയാമത്ത് നാള് സംഭവിക്കുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പിന്നെ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് അല്ലേ. അപ്പോൾ ആ ഒരു ഭീകരതയും ആ സമയത്ത് സംഭവിക്കുന്നതും, ഭൂമി ഒട്ടാകെ പർവ്വതങ്ങളൊക്കെ പൊടിച്ച് തകർത്ത് തരിപ്പണമാക്കി ഒരു പരന്ന വിശാലമായ ഒരു മൈതാനമാക്കി അല്ലാഹു തആല ഭൂമിയെ മാറ്റി എല്ലാരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു വല്ലാത്തൊരു ദിവസം അല്ലേ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കടുത്ത ശക്തമായ മേൽക്കൂരയായിട്ട് നിലകൊള്ളുന്നതാണ് ആകാശം അല്ലെ. ആ ആകാശം പോലും എന്താകും? വൻഷഖ്ഖത്തിസ് സമാഉ ഫഹിയ യൗമഇദിൻ വാഹിയ, ആകാശം വന്ന് പൊട്ടിപ്പിളരുകയും ചെയ്യുന്ന പറയുന്നു. വൻഷഖ്ഖത്തിസ് സമാഉ ഫഹിയ യൗമഇദിൻ വാഹിയ, അതന്ന് ദുർബലമായിരിക്കും. ഇന്ന് അല്ലെ മേൽക്കൂരയായിട്ട് ഇളകാതെ മറയാതെ താഴെ വീഴാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശത്തെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. അന്ന് ഭൂമിയും പർവ്വതങ്ങളും എല്ലാം എന്താ പറയാ പൊട്ടി തകർന്ന് തരിപ്പണമായി ഒരു വല്ലാത്തൊരു അവസ്ഥയായിരിക്കും അല്ലേ. സുബ്ഹാനല്ലാഹ്. ഭൂമുഖത്തുള്ള മനുഷ്യന്മാർ മുഴുവനും ജീവജാലങ്ങളും എല്ലാം എന്താകും? ആദ്യത്തെ കാഹളമൂത്തിൽ തന്നെ എല്ലാം നശിച്ച് മണ്ണോട് ചേരുന്ന പറയും, മണ്ണിനടിയിലാകും. ആ ഒരു ബർസഖി ജീവിതം എല്ലാവരും അനുഭവിക്കും. അവസാനം ബാക്കിയാകുന്ന ആളുകൾ പോലും ആ ഒരു അവസ്ഥ അനുഭവിച്ചിട്ടേ പുനരുദ്ധാനം ഉണ്ടാകും. അത് ഏത് രൂപത്തിൽ മരണപ്പെടുന്ന ആൾക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽമലകു അലാ അർജാഇഹാ വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ, മലക്കുകള് അതിന്റെ നാനാഭാഗങ്ങളിലും ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന, സിംഹാസനം വഹിക്കുന്ന ആളുകള് എത്ര ആൾക്കാരെന്ന് പറയുന്നത്? ഫൗഖഹും സമാനിയ. അതായത് പിന്നെ അള്ളാഹുവിന്റെ സിംഹാസനം വഹിക്കാനിലെ എത്ര മലക്കുകൾ എന്ന് പറയുന്നത്? 8 കൂട്ടം മലക്കുകളാണ് അല്ലെ. അത് 8 എണ്ണമാണോ 8 കൂട്ടാണോ പിന്നെ അതെങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല അല്ലെ. ഇതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് എന്താണോ പറഞ്ഞു തന്നത് അത് അതുപോലെ നമ്മൾ വിശ്വസിക്കാം. അത് 2 രീതിയിൽ പിന്നെ വിശദീകരിച്ചിട്ടുണ്ട്. 8 സമാനിയ എന്നുള്ളത് 8 കൂട്ടർന്നും 8 എണ്ണെന്നും അങ്ങനെ. എന്താണെങ്കിലും സുബ്ഹാനല്ലാഹ്, എന്ത് തന്നെ ആയാലും പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അല്ലെ ഒരു പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചിന്തിക്കാനോ ഒന്നും കഴിയൂല. എങ്ങനെയാണ് എപ്രകാരമാണെന്നോ ഒരു സങ്കല്പത്തിനോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങൾക്കും ഒരു പ്രസക്തിയില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒക്കെ നമ്മൾ എന്താ അള്ളാഹു പറഞ്ഞ പോലെ വിശ്വസിക്കുക. ഇൻഷാ അള്ളാഹ് നമുക്ക് നാളെ അള്ളാഹിന്റെ ആ സന്നിധിയിൽ എത്തുമ്പോൾ ഇതൊക്കെ കാണാനും അറിയാനും അല്ലെ, കണ്ട് മനസ്സിലാക്കാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അള്ളാഹുവിന്റെ ആ മഹ്ശറ മൈതാനം അതെങ്ങനെയായിരിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിചാരണ എപ്രകാരമായിരിക്കും, അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ ഇതെങ്ങനെയായിരിക്കും അല്ലെ, അവരുടെ രൂപം എങ്ങനെയായിരിക്കും, പിന്നെ അതൊന്നും നമുക്കറിയില്ല. നമുക്കിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് അവർ ചിറകുകളുള്ള ജീവികളാണ്. പിന്നെ ചില മലക്കുകൾ ഭയങ്കര വലിപ്പം ഉണ്ടാവും, ചില മലക്കുകൾക്ക് ഒരുപാട് ചിറകുകൾ ഉണ്ടാവും അല്ലെ. ചില മലകൾക്ക് 2 ചിറകുകൾ ഉണ്ടാവും, ചില മലകൾക്ക് 4 ചിറകുകൾ ഉണ്ടാവും, 3 ചിറകുകൾ ഉണ്ടാവും, 700 ചിറകുകളുള്ള അല്ലെ. സുബ്ഹാനല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഇത് പറയുമ്പോൾ ഒരു ചിറക് വിടർത്തിയാൽ മശ്രിക്കിലും മറ്റേത് മഗ്രിബിലും ഉണ്ടാവും, അത്രയും വലിപ്പം പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം പിന്നെ അതൊന്നും നമുക്ക് എങ്ങനെയാന്ന് എന്താന്നൊന്നും പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ അർശ് എങ്ങനെയാന്ന് അല്ലെ. അർശ് എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്തായാലും. അതിന്റെ കുർസി സുബ്ഹാനല്ലാഹ്. അപ്പൊ റബ്ബ് എത്രയായിരിക്കും? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലെ. അപ്പം ഇങ്ങനൊക്കെ ആണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത്രയും കാര്യങ്ങൾ എന്താക്കാം
മനസ്സിലാക്കാം. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കൂടുതൽ ചിന്തിക്കണ്ട. എന്തായാലും ഈ അർഷും ഇതൊക്കെ അല്ലെ സുബ്ഹാൻ, അതെല്ലാം ഒരു 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 സംഭവം തന്നെയാണ് എന്തായാലും. കാരണം നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കില്ല, അള്ളാഹുവേ നിന്റെ അർഷിന്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലെ. അന്ന് ആ മഹ്ശറയില് അർഷിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത ദിവസം അർഷിന്റെ തണൽ ലഭിക്കുന്ന ആൾക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തണേ എന്ന് പറയുന്നില്ല. അപ്പൊ അർഷ് എത്ര വലുതായിരിക്കും, അതിന്റെ തണൽ എത്ര ഉണ്ടായിരിക്കും, നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം ഇൻഷാ അല്ലാ. അല്ലെ, അത്രയും എന്തായാലും വലുതായിരിക്കും. അർഷിന്റെയും കുർസിന്റെയും ഒക്കെ കാര്യം പറയുമ്പോൾ പറയുന്നതെന്ന് വെച്ചാല് ഒരു മരുഭൂമിയില് ഒരു മോതിരം ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും, അത്രേ വലിപ്പം ഭൂമിക്കുള്ളൂ ഈ അർഷിനെയും കുർസിനെയും എല്ലാം അപേക്ഷിച്ചിരുന്ന പറഞ്ഞ. അപ്പൊ പിന്നെ അതിന്റെ വിശാലത അത്രയായിരിക്കും. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പോ അതുപോലെ ഈ അർഷിന് ചുറ്റും നമ്മൾ ഈ ചൊല്ലുന്ന ദിക്റുകൾ ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഈ ദിക്റുകൾ ഇങ്ങനെ അർഷിന് ചുറ്റും മലക്കുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് അതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും പോലും. നമ്മൾ ഇവിടുന്ന് ചൊല്ലുന്ന ആ ദിക്റുകൾ അള്ളാഹുവിന് ഇങ്ങനെ അവിടെ ചുറ്റിലും ഇങ്ങനെ ആ ദിക്റുകൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. നമുക്കത് സാക്ഷികളായിട്ടില്ലേ റബ്ബിന്റെ അടുത്ത് ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അതുപോലെ അർഷിന്റെ കാര്യം പറയുമ്പോൾ ആ തണൽ ലഭിക്കുന്ന 8 വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. അർഷിന്റെ തണൽ ലഭിക്കുന്ന അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ ആ ഒരു വിഭാഗത്തിൽ പറയുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ. അപ്പൊ അർഷിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അതുപോലെ ഈ ദിക്റിന്റെ മഹത്വം പറയുമ്പോൾ അള്ളാഹുവിന്റെ അർഷ് വഹിക്കാന് മലക്കുകൾക്ക് പ്രയാസമായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഈ ദിക്ർ പറഞ്ഞു കൊടുത്തതായിട്ട് പറയുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ നമുക്ക് എന്ത് പ്രയാസമുള്ള കാര്യവും അള്ളാഹു എളുപ്പമാക്കി തരും എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിക്കുക. അർഷ്, അള്ളാഹുവിന്റെ അർഷും കുർസിയും അള്ളാഹു സുബ്ഹാനഹു വ തആലയും എല്ലാം സുബ്ഹാനല്ലാഹ് എന്താ പറയാ, നമുക്ക് പറയാനോ ഭാവനയിൽ കൊണ്ടുവരാനോ ഒന്നും കഴിയാത്ത കാര്യങ്ങളാണ്. ഒക്കെ കണ്ടറിയാൻ, ആസ്വദിക്കാൻ ആ ഒരു സ്വർഗീയ അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല യൗമ ഇദിൻ, അന്നത്തെ ദിവസം, തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, അന്ന് തുഅറദൂന നിങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നതാണെന്ന് പറയും. എന്താണ്? ലാ തഖ്ഫാ മിൻകും ഖാഫിയ, നിങ്ങളിൽ നിന്ന് ഒരു മറഞ്ഞ കാര്യവും മറഞ്ഞു പോകുന്നതല്ല. ഒന്നും അള്ളാഹിന്റെ, അതായത് നമ്മൾ എന്തൊക്കെയോ കോപ്യമാക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ. പക്ഷെ അതൊന്നും അവിടെ എന്തില്ല, മറഞ്ഞതായിട്ട് അവിടെ ഒന്നുമില്ല. ഒക്കെ വെളിപ്പെടുന്ന ഒരു ദിവസമാണ് വരുന്നത്. സുബ്ഹാനല്ലാഹ്. അന്നെല്ലാം പ്രദർശിപ്പിക്കപ്പെടുന്നതാണെന്ന് പറയുന്നു. എല്ലാം 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 അല്ലേ. ആരും അറിയാതെ, ആരും കാണാതെ, ആരും കേൾക്കാതെ ഒറ്റയ്ക്കിരുന്നപ്പോ ചെയ്തതും പറഞ്ഞതും ചിന്തിച്ചതും എല്ലാം അവിടെ എന്താകും, പ്രദർശിപ്പിക്കപ്പെടും അല്ലേ, ഒരുപാട് ആളുകളുടെ മുമ്പിൽ. സുബ്ഹാനല്ലാഹ്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാര്യം പറയുമ്പോൾ ആളുകൾക്ക് അതെങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് അറിയാം, മനുഷ്യർ കണ്ടെത്തിയ സാങ്കേതിക വിദ്യകൾ പോലും ഈ പറഞ്ഞ രീതിയിൽ പിന്നെ ആയി കഴിഞ്ഞു അല്ലെ. ഒരു സ്ഥലത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു അല്ലെ, ഓരോന്നും. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിന്റെ ക്യാമറ കണ്ണുകൾ എല്ലായിടത്തും ഉണ്ട്, എല്ലാം ഒപ്പി എടുക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ കൂടെ തന്നെ ഉണ്ട് നമ്മളെ ക്യാമറ എവിടെയും ഫിറ്റ് ചെയ്തിട്ടല്ല ഉള്ളത്. ക്യാമറ എവിടെ ഉള്ളത്? നമ്മളെ കൂടെ തന്നെ അല്ലെ. നമ്മുടെ അടുത്തും വലത്തുമായിട്ട് നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുക്കുന്ന 2 ക്യാമറകളുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മള് എവിടെ ചെന്നാലും ഇങ്ങനെ ഇപ്പൊ കാണുമല്ലേ, ഇപ്പൊ വേസ്റ്റ് ഒക്കെ ഓരോ സ്ഥലങ്ങളിൽ ആൾക്കാർ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി ഇടുമ്പോൾ അവിടെ ഒരു ബോർഡ് സ്ഥാപിക്കും, നിങ്ങൾ CCTV ക്യാമറ നിരീക്ഷണത്തിലാണ്.
അപ്പൊ ആൾക്കാരെന്താക്കൂല, അവിടെ ഇടൂല, പിന്നെ അതിന് ക്യാമറന്റെ ഇത് കാണാത്ത വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇടൂല. മനുഷ്യന്മാരുടെ അവസ്ഥ അങ്ങനെയാണ്. അതായത് അത് പിടിക്കപ്പെടും, ശിക്ഷാർഹമാണ് എന്നതുകൊണ്ട് ദുനിയാവിന്റെ ശിക്ഷകളെ മനുഷ്യൻ എന്താകുന്നു, ഭയപ്പെടുന്നു. വാഹനം ഓടിക്കുമ്പോൾ ക്യാമറ ഉള്ളിടത്തെത്തുമ്പോൾ ഹെൽമെറ്റ് ഉണ്ടാകും, സീറ്റ് ബെൽറ്റ് ഉണ്ടാകും, അല്ലേ? ക്യാമറ ഒന്നും ഇല്ലാത്തടത്തോട്ട് പോകുമ്പോ ഹെൽമെറ്റും ഉണ്ടാവില്ല, ബെൽറ്റും ഇടൂല, അതൊന്നും പ്രശ്നമില്ല. അതെന്താ? അത് പിഴ, അല്ലെ? പിഴ ഭയപ്പെടുന്നു, ഫൈന് വരുന്നത് കൊണ്ട്. സുബ്ഹാനല്ലാഹ്. ഇത് ദുനിയാവിന്റെ കാര്യത്തില്. ആഖിറത്തിന്റെ കാര്യത്തിലോ? ആഖിറത്തിന്റെ കാര്യത്തിൽ ഇത്രയും പേടിയില്ല, അല്ലെ? പിഴയും പേടിയില്ല, ശിക്ഷയും പേടിയില്ല, ഒന്നും പേടിയില്ല, ഒന്നിനെയും പേടിയില്ല. എന്തും ചെയ്യാം, ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഡ്രൈവ് ചെയ്യുക, പോകാം, അല്ലെ? വരാം. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ചാൽ മതി നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം, നമ്മൾ എപ്രകാരമാണ് ജീവിക്കുന്നത് എന്ന്, നമ്മൾ മുന്നോട്ട് പോകുന്നത്, നമ്മുടെ യാത്ര. അള്ളാഹു ഓരോ സ്ഥലത്ത്, ഓരോ സന്ദർഭത്തിനും, ഓരോ സാഹചര്യത്തിലും നമുക്ക് ഓരോ സിഗ്നലുകൾ വെച്ചിട്ടുണ്ട്, അല്ലേ? ഇവിടെ പതുക്കെ പോകണം, ഇവിടെ സ്പീഡിൽ പോകണം, അവിടെ അങ്ങോട്ടേക്ക് പോകരുത്, നോ എൻട്രി, അല്ലെ? ഇവിടെ പാർക്ക് ചെയ്യരുത്, അവിടെ പാർക്ക് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങനെ പോകാൻ പാടില്ല, അങ്ങനെ പോകാൻ പാടില്ല. ഇങ്ങനെ കുറേ റൂൾസ് ഉണ്ട് നമ്മളെ ജീവിതയാത്രയിൽ. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താണ്, ആ ജീവിതയാത്രയിലെ നിയമങ്ങളൊന്നും പാലിക്കാറില്ല. അപ്പൊ പിന്നെ എന്താ സംഭവിക്കും? ഫൈൻ ഇപ്പൊ ഇങ്ങനെ ഫോണിൽ മെസ്സേജ് വരും, പിന്നെ പോസ്റ്റലായിട്ട് അതിന്റെ ഇത് വരും. അങ്ങനെ അടക്കാതെ നിൽക്കുമ്പോൾ ലാസ്റ്റ് എന്താവും? വലിയ കോടതിയിൽ നോട്ടീസ് വരും, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ, അള്ളാഹുവിന്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, സിഗ്നലുകൾ നമ്മൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പിഴ 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 കുറേ പിഴ വന്ന് ഫൈൻ എന്താകും? അത് വലിയ ശിക്ഷയായിട്ട് മാറൂലേ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അന്നൊന്നും മറച്ചു വെക്കൂല, ഒന്നും ഒരാളുടെ ഹൃദയത്തിനുള്ളിലുള്ളതും ഒന്നും മറഞ്ഞതായിട്ടുണ്ടാവൂല. എല്ലാം എന്താകും? പുറത്തേക്ക് കൊണ്ടുവരും, പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. യാതൊരു മറഞ്ഞ കാര്യം, എന്തൊക്കെയോ നമ്മൾ മറച്ചു വെച്ചതുണ്ടാവൂലേ? ആരോടും പറയാതെ കൂടെ കിടക്കുന്ന ഹസ്ബൻഡ് അറിയുന്നുണ്ടാവൂല, മക്കൾ അറിയുന്നുണ്ടാവൂല, ആരും അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടാവൂലേ? അതൊക്കെ പുറത്ത് കൊണ്ടുവരുന്ന ഒരു ദിവസം വരാനുണ്ട്. സുബ്ഹാനല്ലാഹ്. യൗമ തുബ്ലസ് സറായിർ, അല്ലേ? യൗമ തുബ്ലസ് സറായിർ, എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസം. ലാ തഖ്ഫാ മിൻകും ഖാഫിയ, ഒന്നും നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോകുന്നതല്ല. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ഈ ഒരു കാര്യം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, അല്ലേ? ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, അന്നത്തെ ദിവസം. ഫഅമ്മാ മൻ, അല്ലേ? ഊതിയ കിതാബഹു, തന്റെ രേഖ നൽകപ്പെട്ടവൻ പറയും. ബിയമീനിഹി, വലത് കയ്യിൽ തന്റെ ഗ്രന്ഥം നൽകപ്പെട്ടവൻ. ഫയഖൂലു, അവൻ പറയും, ഹാ ഉഖ്റഊ കിതാബിയ, ഇതാ ഇതെന്റെ ഗ്രന്ഥം. ഇഖ്റഊ, എല്ലാരും വാ വാ വാ, ഇതാ എന്റെ വായിക്ക് കിതാബിയ, ഇതെന്റെ ഗ്രന്ഥം. വായിച്ചു എല്ലാരും വായിച്ചോ. എല്ലാവർക്കും വായിക്കാൻ കൊടുക്കും. നമ്മളെ കയ്യില് നമ്മളൊരു എക്സാം എഴുതിയിട്ട് ആ എക്സാം പേപ്പർ കിട്ടുന്നു, നമ്മളെ കയ്യിൽ കിട്ടുന്നു. അപ്പോൾ നമ്മൾ ആ പേപ്പർ എല്ലാവർക്കും വായിക്കാൻ കൊടുക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് ആയിരിക്കും, അല്ലേ? നല്ല റിസൾട്ട് ആണെങ്കിലല്ലേ നമ്മൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കൂ. ഇപ്പം നിങ്ങളാരുടെയെങ്കിലും മക്കള് ഒരു എക്സാം എഴുതി, ഒരു നല്ല നീറ്റ് എക്സാമോ അങ്ങനെ എന്തെങ്കിലും, എന്നിട്ട് നല്ല മാർക്കോട് കൂടി പാസ്സായാൽ നമ്മൾ എന്താക്കും? വാട്സാപ്പിൽ എല്ലാം ഇടും, അല്ലേ? ഒരു പോസ്റ്ററൊക്കെ ആക്കി, ഇത്ര മാർക്കോട് പാസ്സായി, അതിന്റെ മാർക്ക് ലിസ്റ്റ് ഇടും, ഗ്രൂപ്പിൽ വാട്സാപ്പിൽ ഷെയർ ചെയ്യും, അല്ലെ? അറിയുന്ന ഫ്രണ്ട്സിനും എല്ലാവർക്കും സന്തോഷമായി വെക്കും, സ്റ്റാറ്റസ് വെക്കും, അല്ലെ? അങ്ങനെയല്ലേ? എന്താ വെച്ചാല് നമുക്കൊരു സന്തോഷം, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ നല്ല ഉന്നതമായ വിജയത്തോടെ പാസ്സായി, അല്ലെങ്കിൽ ഖുർആൻ പഠിച്ച് ഹാഫിളായി, അങ്ങനെ വിചാരിക്കാം. അതാണല്ലോ മറ്റേത് ഡിഗ്രിയേക്കാളും ഈ ദുനിയാവിൽ നേടാൻ കഴിയുന്ന വലിയൊരു ക്വാളിഫിക്കേഷൻ ആണ് എന്ത്?
പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമ് മനഃപ്പാടമാക്കുക. ഇപ്പൊ നമ്മളെ മക്കളെ ഖുർആൻ പഠിച്ച് പൂർത്തിയാക്കിയ നമ്മളെന്താക്കുക ആ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവെക്കൂലേ. എല്ലാവരും വിളിച്ചു പറയും, ഇന്ന് എൻ്റെ മോൻ പൂർത്തിയാക്കി, എൻ്റെ മോൾ ഇന്ന് പൂർത്തിയാക്കി ഇന്ന്, അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരോടും പറയും, സ്റ്റാറ്റസ് വെക്കും. അറിയുന്ന ആൾക്കാരോടെല്ലാം പറയൂലേ. വാട്സപ്പിൽ ഏതെല്ലാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ കഴിയും അവിടെ ഒക്കെ നമ്മൾ ഷെയർ ചെയ്യും. അതെന്തായാലും നമ്മളെ സന്തോഷം അല്ലേ, അത് നമ്മളെ സന്തോഷം. അത് നമ്മളെല്ലാവരോടും പറയും. അതേപോലെയാണ് വലത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ച ഒരാളുടെ അവസ്ഥ പരലോകത്ത്. ഒരു ഭയങ്കര സന്തോഷിക്കും. ഓ നോക്കിതാ എൻ്റെ ബുക്ക് നോക്ക്, എല്ലാവരും വായിച്ചോ. കാരണം എന്താ, അതിലാരും കാണാൻ പറ്റാത്തതോ കേൾക്കാൻ പറ്റാത്തതോ അറിയാൻ പറ്റാത്തതോ ആയ യാതൊന്നും ഉണ്ടാവില്ല. മാഷാ അല്ലാ. അള്ളാഹു അങ്ങനെയുള്ള സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പം ഏതൊരുവൻ തന്റെ വലത് കയ്യിൽ രേഖ നൽകപ്പെട്ടുവോ, ഫയഖൂലു അവൻ പറയും, ഇതാ എന്റെ ഗ്രന്ഥം, ഇതാ വായിച്ചോ എല്ലാരും വായിച്ചോ. ഇങ്ങനെ സന്തോഷത്തോടെ പറയുന്നു. എന്തുകൊണ്ടാണ് അയാൾക്ക് വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ചതെന്നറിയോ? എന്താ കാരണം എന്നറിയോ? ഇന്നി ظننtu അന്നി മുലാഖിൻ ഹിസാബിയ. ആ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് അയാൾക്ക് ഒരു ചിന്ത ഉണ്ടായിരുന്നു. അയാൾ വിചാരിച്ചിരുന്നു, അയാളുടെ മനസ്സിൽ വിചാരം ഉണ്ടായിരുന്നു, എന്ത്? അന്നി മുലാഖിൻ ഹിസാബിയ, എൻ്റെ വിചാരണ നേരിടേണ്ടി വരുമെന്ന്. ഞാൻ തീർച്ചയായും ഒരു വിചാരണ നേരിടേണ്ടി വരും എന്ന ചിന്തയോടു കൂടിയാണ് അയാൾ എന്താക്കിയത്? ദുനിയാവിൽ ജീവിച്ചത്. അപ്പോൾ വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കാനുള്ള ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് നാളെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന ബോധത്തോടെ ഈ ദുനിയാവിൽ ജീവിക്കാന്നുള്ളതാണ്. പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോ, എല്ലാവരും മനസ്സിലുണ്ടായിക്കോ. നാളെ നമ്മൾ മരിച്ചു ചെന്നിട്ട് വിചാരണക്ക് നിൽക്കുന്ന സമയത്ത് വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ആ ഗ്രന്ഥം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നീ എങ്ങനെ ജീവിക്കണം? ഇന്നി ظننtu അന്നി മുലാഖിൻ ഹിസാബിയ, ഞാന് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടവനാണ്, വിചാരണ നേരിടേണ്ടി വരുമെന്ന ആ ഒരു ഉത്തമ ബോധത്തോടെ ആയിരിക്കണം ജീവിക്കേണ്ടത്. അയാൾ അങ്ങനെ ജീവിച്ചത് കൊണ്ടാ അവൻ എന്തായത്? വലത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങനെ നാളെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവനാണ്, എനിക്കൊരു വിചാരണ നേരിടേണ്ടി വരും, അള്ളാഹു എല്ലാ കാര്യത്തിനും കണക്ക് നോക്കും അല്ലേ, അള്ളാഹു ഒന്നും കണക്ക് നോക്കാതെ വിടുകയില്ല എന്ന് കൃത്യമായ ബോധത്തോടെ ഈ ദുനിയാവിൽ ജീവിച്ച ആളുകൾക്ക് സന്തോഷത്തോടെ ഗ്രന്ഥം സ്വീകരിക്കാം. അത് മാത്രല്ല, ഫഹുവ ഫീ ഐശത്തിർ റാദിയ, ആ മനുഷ്യനുണ്ടല്ലോ അവൻ എങ്ങനെയായിരിക്കും? അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. ഫീ ഐശത്തിർ റാദിയ, സംതൃപ്തമായ തൃപ്തികരമായ ജീവിതം. അതെന്താ? സ്വർഗം അല്ലേ? സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്തിക്കട്ടെ, ആമീൻ. ഫഹുവ ഫീ ഐശത്തിർ റാദിയ, ഫഹുവ ഫീ ഐശത്തിർ റാദിയ, ആ ഒരു തൃപ്തികരമായ ജീവിതം. നമ്മൾ ഇതേ വാക്ക് വേറൊരു സൂറത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഏതാ, ഓർക്കുന്നുണ്ടോ? فأما من ثقلت موازينه فهو في عيشة راضية ല്ലേ? وأما من خفت موازينه فأمه هاوية. അവിടെ എന്താ? നമ്മളെ തുലാസുകൾ അല്ലേ? فأما من خفت ثقلت موازينه, തുലാസുകൾ, നന്മയുടെ തുലാസുകൾ നല്ല ഭാരമുള്ളതായോ അവന്റെ ജീവിതം തൃപ്തികരമായ ജീവിതമായിരിക്കും പരലോകത്ത്. നന്മയുടെ തുലാസുകൾ കനം തൂങ്ങണം അല്ലെ? അതിനെന്താ വഴി? നന്മയുടെ തുലാസുകൾ കനം തൂങ്ങാനുള്ള വഴി എന്താ? ഇഷ്ടം പോലെ വഴിയുണ്ട് അല്ലേ? ഇഷ്ടം പോലെ വഴിയില്ലേ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം ഒരു 100 തവണ ചൊല്ലിയോക്ക്, തുലാസ് നല്ല ഘനമുള്ളതാകൂലേ? അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? സഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ
എന്താണ് പിന്നെന്താണ് വഖഫീഫത്താനി അലൽ ലിസാൻ അല്ലേ, നാവിന് ചൊല്ലാൻ എളുപ്പമുള്ളതും തുലാസിൽ ഏറ്റവും ഘനം തൂങ്ങുന്നതും പരമകാരുണികനായ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളതുമായ 2 വചനങ്ങൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നാവിന് ചൊല്ലാനാണെങ്കിലോ നല്ല ഈസിയാണ്, തുലാസിലാണെങ്കിലോ ഭയങ്കര വെയിറ്റാണ്. എന്നിട്ട് നമ്മളെത്ര ചൊല്ലാറുണ്ട് ഒരു ദിവസം? അങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ ഓർക്കുമ്പോൾ എപ്പെങ്കിലും ഓർമ്മ വരുമ്പോഴല്ലേ 1, 2, 3 ചൊല്ലു അല്ലേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. എന്ത് രസാന്നല്ലേ അത് ചൊല്ലാനും കേൾക്കാനല്ലോ. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 100 തവണയെങ്കിലും ചൊല്ലണം. ഒരു 100 തവണ ശ്രമിക്കാറുണ്ടോ? ആ, ചൊല്ലാറുണ്ട് അല്ലേ. ചൊല്ലലുണ്ട്. ഇപ്പൊ നമ്മളെല്ലാം ദിക്റ് ചൊല്ലലുണ്ട്. എത്രന്നില്ല, കുറേ അല്ലേ. എത്ര കുറേ ഒന്ന് എണ്ണി നോക്ക്, ഇരുന്നൊന്ന് ചൊല്ലി നോക്ക്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലേ. ദിക്റുകളൊക്കെ എണ്ണം പൂർത്തി ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഒരു ദിവസം ഇങ്ങനെയുള്ള ദിക്റുകൾ ഒരു 100 എണ്ണെങ്കിലും ചൊല്ലാൻ കഴിയണം. അല്ലാഹു എത്തിക്കട്ടെ. ആമീൻ. ഫഹുവ ഫീ ഐശത്തിർ റാദിയ ഫീ ജന്നത്തിൻ ആലിയ. ഫീ ജന്നത്തിൻ ആലിയ, അവൻ തൃപ്തികരമായ ജീവിതത്തിലാകുന്നു. അതുപോലെ തന്നെ ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിലാണ് അവൻ ഉണ്ടാവുക. ഫീ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ. ഉന്നതമായ സ്വർഗത്തിൽ തന്നെ നമുക്ക് എത്തണ്ടേ അല്ലേ. ഖുതൂഫുഹാ ദാനിയ, അതിലെ പഴങ്ങൾ അടുത്ത് വരുന്നവയാകുന്നു. നമ്മളിങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അടുത്തേക്ക് ഇങ്ങനെ വരും. നമ്മൾ അങ്ങോട്ട് പോകണ്ട, പറിക്കണ്ട, പെറുക്കണ്ട, മുറിക്കണ്ട അല്ലേ. സുബ്ഹാനല്ലാഹ്, നമ്മളെ വായിലേക്ക് ഇങ്ങനെ വെച്ച് തരും. വെറുതെ കണ്ണടച്ച് സ്വർഗം ഒന്ന് സ്വപ്നം കണ്ടു നോക്ക്. നമ്മളിങ്ങനെ ഒരു കട്ടിലില്, കട്ടിലെന്ന് വെച്ചാല് ഇങ്ങനെ ഇവിടെ നാട്ടിലത്തെ പോലെ നിലത്ത് ഇങ്ങനെ പിന്നെ ഇതായിട്ടുള്ളതല്ല അല്ലേ. കട്ടിലെന്ന് പറയുമ്പോൾ ഇങ്ങനെ തൂങ്ങിയാടുന്ന സഞ്ചരിക്കുന്ന കട്ടിലുകളാണ്. ചാരിയിരിക്കാനും കിടക്കാനും എല്ലാം സൗകര്യമുള്ള കട്ടിലുകൾ. ആ കട്ടിലുകളിൽ നമ്മൾ ഇങ്ങനെ കിടന്ന് ഉല്ലസിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു അല്ലേ, എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കണം. നല്ല മധുരമുള്ള എന്താ പറയാ, എന്താ ഓരോരുത്തർക്ക് ഇഷ്ടം, അതായിക്കോട്ടെ അല്ലേ. നമ്മളിങ്ങനെ കഴിക്കണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ നമ്മളെ അടുത്തേക്ക് ആ ഫ്രൂട്ട് എന്താകും, ഇങ്ങനെ വന്നിട്ടുണ്ടാവും അല്ലേ. സുബ്ഹാനല്ലാഹ്. ഖുതൂഫുഹാ ദാനിയ, അതിലെ പഴങ്ങൾ ഇങ്ങനെ അടുത്ത് വരുന്നവയാകുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കുലൂ വഷ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. തിന്നോ, കുലൂ, നിങ്ങൾ തിന്നോ, വഷ്റബൂ, കുടിച്ചോ അല്ലേ. എത്ര വേണമെങ്കിലും തിന്നോ, ഹനീഅൻ. ഹനീഅൻ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ആനന്ദത്തോടെ കണക്കില്ലാത്ത നിലയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തിന്നോ. ബാങ്ക് കൊടുക്കുന്നുണ്ടാ? ഇവിടെ കേൾക്കുന്നില്ല. ഞാനത് വേഗം നിർത്താം ഇൻഷാ അല്ലാഹ്. ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ഇതെന്താ കാരണത്താലാന്നറിയോ നിങ്ങൾക്ക് ഇവിടെ തിന്നാനും കുടിക്കാനും ഇങ്ങനെ ഇഷ്ടം പോലെ തരുന്നത്? നിങ്ങൾ മുൻകൂട്ടി ചെയ്തതിന്റെ ഫലമായിട്ടാണ്. ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തതിന്റെ ഫലമായിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്തോ അല്ലേ. നമ്മൾ ഒരുപാട് ഈ ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടി പല ദിവസങ്ങളും പട്ടിണി കിടന്നിട്ടുണ്ട് അല്ലേ. ഭക്ഷണവും വെള്ളവും ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നിർത്താം, ബാങ്ക് ജവാബേരിച്ച്. നല്ല പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുമെന്ന ആ ഒരു പ്രതീക്ഷയിൽ തന്നെ ജീവിച്ചവരായിരുന്നു അവര്. റബ്ബിന്റെ വിചാരണ നേരിടേണ്ടി വരുമെന്ന ആ ഒരു ചിന്തയിൽ ജീവിച്ചവരായിരുന്നു അവര്. അതുകൊണ്ട് തന്നെ അവർക്ക് അള്ളാഹു അവിടെ രക്ഷയാണ് കൊടുക്കുന്നത് അല്ലേ. അവർക്ക് അള്ളാഹുവിൻ്റെ ആ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ജീവിച്ച ആളുകൾക്കുള്ള പ്രതിഫലം
ഇഷ്ടം പോലെ ജീവിക്കുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയ ആളുകൾക്ക് പരലോകത്ത് എന്താക്കാം? കുലു വഷ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. അല്ലേ? അവർക്ക് അവരുടെ ഇഷ്ടം പോലെ സ്വതന്ത്രരായിട്ട് ഇങ്ങനെ സ്വൈര്യവിഹാരം, എന്താ പറയാ, മലയാള വാക്ക് എന്താ പറയാ, അങ്ങനെ ജീവിക്കാന്ന് പറയും. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിൽ എന്താഗ്രഹിക്കുന്നോ അത് നമ്മളെ മുമ്പിലെത്തും. അതിനൊരു ചെറിയൊരു ഉദാഹരണമാണ് ഖുതൂഫുഹാ ദാനിയ പറഞ്ഞത്. പഴങ്ങളൊക്കെ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വരും. സുബ്ഹാനല്ലാഹ്. നമ്മള് കൊക്ക കെട്ടി അല്ലേ, ആളെ ആക്കിയിട്ട് പറിക്കണ്ട. നമ്മളെ വീട്ടിലൊരു മാവുണ്ട് വിചാരിക്കുക അല്ലേ, മാവുണ്ട്, അതിൽ നിറയെ മാങ്ങയുണ്ട്, വലിയ മാവാന്ന് വിചാരിക്കുക. അപ്പൊ ഉയരത്തിലായിരിക്കും മാമ്പഴങ്ങളെല്ലാം അല്ലെ, അതിങ്ങനെ പഴുത്ത് കാക്കയൊക്കെ കൊത്തി താഴെ വീഴാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് കിട്ടൂ. അത് കൊത്തിയിട്ട് വവ്വാലൊക്കെ കടിച്ചതാണെങ്കിൽ നമുക്ക് എടുക്കാനും കഴിയൂല. ഫ്രഷ് ആയിട്ട് കിട്ടണമെങ്കിൽ അല്ലെ നമ്മളിങ്ങനെ കാത്തിരിക്കും. ഇന്നൊരു മാവിന്മേൽ കയറി മാങ്ങ പറിപ്പിക്കണമെങ്കിൽ വലിയ പണിയാന്നല്ലേ. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ കുഞ്ഞു മാവിൽ തന്നെ മാങ്ങ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ എല്ലാവർക്കും നട്ടുവെച്ച് പിടിപ്പിക്കുന്നുണ്ട് അല്ലേ. താഴെ ഇങ്ങനെ മാമ്പഴെല്ലാം താഴെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ നമുക്ക് കാണുമ്പോൾ. ഓരോ വീടുകളിലൊക്കെ അങ്ങനെ കാണാം, കുഞ്ഞു മാവില് നിറയെ മാമ്പഴം ഇങ്ങനെ താഴെ. അപ്പൊ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പറിക്കാം. മേലെയുള്ളതാണെങ്കിലോ നമ്മളിങ്ങനെ കൊതിയോടെ നോക്കി നിൽക്കേണ്ടി വരൂലേ. പണ്ടത്തെ മാവിലെല്ലോ മാവ് വലിയതായാലും മാങ്ങ ഉണ്ടാവും. അപ്പം നമുക്കൊരു പഴുത്ത മാങ്ങ തിന്നണമെങ്കിൽ കടയിൽ നിന്ന് മരുന്നടിച്ച മാങ്ങ തന്നെ വാങ്ങി തിന്നേണ്ടി വരും അല്ലേ. സുബ്ഹാനല്ലാഹ്. പക്ഷെ സ്വർഗത്തില് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലേ. ഇതൊക്കെ അല്ലാഹു തആല അവിടെ നമുക്ക് ഇഷ്ടം പോലെ വിഹരിക്കാൻ, ഇഷ്ടം പോലെ തിന്നാ കുടിക്കുക, ഒരു പ്രശ്നവും ഇല്ല. ദുനിയാവിൽ അല്ലാഹു തആല എന്താ പറഞ്ഞത്? കുലു വഷ്റബു വലാ തുസ്രിഫു. അത് നമ്മൾ പാലിച്ചാൽ അവിടെ എത്തിയാൽ കുലു വഷ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ഇവിടെ കുറേ നിയന്ത്രണങ്ങൾ അല്ലാഹു തആല ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് പോകരുത്, അതാ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ, കുറേ ചിട്ടവട്ടങ്ങൾ. നോട്ടം നിങ്ങൾ നിയന്ത്രിക്കണം, ദൃഷ്ടികൾ നിങ്ങൾ താഴ്ത്തണം അല്ലേ. വലാ തഖറബു സിന. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മേലെ ഒരു നിയന്ത്രണം വെച്ചിട്ടുണ്ട്. ഒരു ജയിലാണ് വിശ്വാസിക്കെന്ന് പറഞ്ഞിട്ടില്ലേ ദുനിയാവ്. എന്താ പറയാ കാരണം? ജയിലിൻ്റെ അടുത്ത് കുറേ ഇതുണ്ട് അല്ലേ. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, പുറത്തേക്ക് പുറലോകമായിട്ട് കണക്ഷൻ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ, ആൾക്കാരുമായിട്ട് ഇടപഴകുന്ന വിഷയത്തിൽ എല്ലാം എന്തുണ്ട്? ഒരുപാട് നിയമങ്ങളുണ്ട് ഇല്ലേ. നമുക്കത് പാലിക്കാൻ കഴിഞ്ഞാൽ, അതൊക്കെ നമുക്ക് ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ നാളെ നമ്മൾ രക്ഷപ്പെടും. നാളെ നമുക്ക് സന്തോഷത്തോടെ അഭിമാനത്തോടെ നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് അവിടെ കഴിയാം. നമ്മളെ പുസ്തകം നമുക്ക് ചിരിച്ചു കൊണ്ട് വാങ്ങാം, എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. നേരെ തിരിച്ചാണെങ്കിലോ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീൻ. ഇനി അടുത്തത് പറയാനുള്ളത് അതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലേ. എല്ലാവരും ആഗ്രഹിക്കുന്നത് വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കണം എന്നാണ്. ആരും ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല അല്ലേ. പിറകിലൂടെ ഗ്രന്ഥം തരണം എന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിലോ? നിർഭാഗ്യവശാൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അപ്പൊ എന്തുണ്ടാവണം നമുക്ക് ഓരോരുത്തർക്കും? ഒരു ജാഗ്രത അല്ലേ. നമ്മളെ നിലപാടുകൾ നമ്മൾ നന്നാക്കണം. നമ്മളെ ചിന്തകൾ, പ്രവർത്തനങ്ങൾ എല്ലാം നന്നാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പരിശുദ്ധ റമളാനാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പരിശുദ്ധ റമളാനിന് വളരെ വളരെ കുറഞ്ഞ ദിവസം, ഇതാ വന്നു ഇതാ പോയി എന്ന് പറയേണ്ടി വരും. അത്രയും കുറഞ്ഞ ദിവസമേ ഉള്ളൂ. അപ്പോഴേക്ക് നമ്മളെ തന്നെ നമ്മളൊന്ന് എന്താക്കുക, ഒന്ന് ശരിയാക്കി എടുക്കുക. ഒന്നല്ല, കുറച്ച് നല്ലോണം തന്നെ ഒന്ന് ശരിയാക്കി എടുക്കണം. നമ്മുടെ ചിന്തകൾ മാറണം, നമ്മുടെ പ്രവർത്തനങ്ങൾ മാറണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഒരു ചിട്ട കൊണ്ടുവരാൻ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. നല്ല രൂപത്തിൽ പരിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ നമ്മളെ മാനസികമായും ശാരീരികമായും തയ്യാറെടുപ്പുകൾ നടത്തുക.
അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. നല്ലോണം പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്താ പറയുക, ഒട്ടും കുറയ്ക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം പ്രാർത്ഥിക്കുക. അതായത് സ്വർഗം തരണേ, സ്വർഗം തരണേ, നരകത്തിൽ രക്ഷപ്പെടുത്തണേ, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ സ്വർഗത്തിലെത്താനുള്ള, അല്ലെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും, സ്വർഗത്തിൽ നിന്നും നമ്മളെ അകറ്റുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും, അതിനൊക്കെ ഉള്ള തൗഫീക്കിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. മനുഷ്യനാണ്, മനുഷ്യ സഹജമാണ്, മനുഷ്യൻ ദുർബലനാണ്, അല്ലേ? ദുർബലമായ രീതിയിലാണ് അള്ളാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക, തിന്മയുടെ വാതിലുകൾ എപ്പോഴും തുറന്നിട്ടാണുള്ളതും താനും, അതിലേക്ക് പോകാൻ എളുപ്പം താനും. മനുഷ്യനാണെങ്കിൽ അങ്ങോട്ടേക്ക് ചായാൻ ഭയങ്കര ഇതാണ്, തിടുക്കമാണ്. നമ്മളെ പിശാച് വഴി തെറ്റിക്കാൻ എങ്ങനെയാണ്? അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടല്ല, നല്ലതല്ലേ നല്ലതല്ലേ, സുബ്ഹാനല്ലാഹ്, അത് നല്ലതാ, അത് നല്ലതാ, അല്ലെ? ആദം അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെ വഴിപിഴപ്പിച്ച ആ ഒരു ചിത്രം നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയാട്ടെ. സ്വർഗത്തിലെ ഇത് പറയുമ്പോൾ പറഞ്ഞത് എന്താണ്? ഫുള്ളല്ലേ തോട്ടങ്ങൾ എന്ന് പറഞ്ഞ, ഇടതൂർന്ന വൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു തോട്ടമാണ് സ്വർഗം, അല്ലേ? സ്വർഗത്തിൽ ഇഷ്ടം പോലെ മരങ്ങളും ഫലങ്ങളും കായ്കനികളും നിറഞ്ഞു കിടക്കുന്ന ഓരോ വൃക്ഷങ്ങളുടെ വലിപ്പം, അതിൻ്റെ തണല് ഒക്കെ നമ്മളിങ്ങനെ പല ക്ലാസ്സുകൾ നമ്മൾ കേട്ട് മനസ്സിലാക്കിയതാണ്, അല്ലേ? അതിൽ അള്ളാഹു തആല ആദം അലൈഹി ഇസ്ലാമിനെ വിലക്കിയത് എന്താ? ഒരു മരം കാണിച്ചിട്ട് പറഞ്ഞാൽ ആ മരത്തിലെ പഴം തിന്നരുത് കേട്ടാ. ഒരേ ഒരു മരം, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മരം ഉണ്ടാവൂലേ സ്വർഗത്തിൽ, അതെല്ലാം അവിടെ വെച്ചിട്ട് അതിനിടയിൽ ഒരേ ഒരു മരം കാണിച്ചിട്ടാണ് എന്ത് പറഞ്ഞത്? അങ്ങോട്ട് പോകരുത്, അത് തിന്നണ്ട കേട്ടാ, ബാക്കിയെല്ലാം നീ ഇഷ്ടം പോലെ തിന്നോ. അതെന്താ അങ്ങനെ പറഞ്ഞത്, അല്ലേ? അപ്പോൾ ആദം നബി അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല, പക്ഷെ ഇബ്ലീസിനെ എങ്ങനെയെങ്കിലും ഇവരെ പുറത്താക്കണം, അല്ലേ? സുബ്ഹാനല്ലാഹ്, അതിൻ്റെ പരിശ്രമം ഇങ്ങനെ സ്വാധീനിപ്പിച്ച് അതൊന്ന് തിന്നോക്ക്. എന്താ അവരോട് പറഞ്ഞത്? നിങ്ങൾക്ക് കാലാകാലയുടെ സ്വർഗത്തിൽ ജീവിക്കാം, അത് ഷജറത്തുൽ ഖുൽദ് എന്ന് പറഞ്ഞത്, കാലാകാലം നിങ്ങൾക്ക് സ്വർഗത്തിൽ ജീവിക്കാം എന്ന് പറഞ്ഞിട്ടാ പറ്റിച്ച, അല്ലാണ്ട് അത് തിന്നോക്ക് നിങ്ങൾ, അങ്ങനെയൊന്നല്ല, അല്ലേ? നിങ്ങൾക്ക് ഇവിടെ തന്നെ കഴിയാം. അപ്പം അവരുടെ ആഗ്രഹം അതാണല്ലോ, അവർ പറ്റിപ്പോയി, അല്ലേ? അള്ളാഹിൻ്റെ കൽപ്പന ഒരു നിമിഷം അവരെ മറന്നുപോയി. ഇതന്നെയാണ് മനുഷ്യന്മാർക്ക് എപ്പോഴും സംഭവിക്കുന്നത്. ഇവൻ്റെ വസ്വാസിൽ നമ്മൾ കുടുങ്ങിപ്പോകാൻ പാടില്ല. പിശാച് ഇങ്ങനെ വല വിരിച്ച് കാത്തിരിക്കുന്നുണ്ടാവും, നമ്മൾ പെട്ടുപോകരുത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ പതറിപ്പോകാതെ, കാൽ വഴുതി വീണ് പോകാതെ, നല്ല സ്ട്രോങ് ആയ, നല്ല ശക്തമായ ഈമാനിൻ്റെ ഉടമകളായി ഈ ദുനിയാവിൽ ജീവിക്കാൻ ഈ പരിശുദ്ധ റമളാൻ നമ്മൾ മാറണം, മാറ്റത്തിന് തയ്യാറാകണം. എല്ലാ നിലക്കും നമ്മുടെ ജീവിതം പാപരഹിതമാകണം, പുണ്യങ്ങൾ ഒരുപാട് ചെയ്യുന്നതാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധ റമളാൻ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നാളെ നിൻ്റെ മഹ്ശറ ലോകത്ത് വിചാരണക്ക് വിളിക്കുന്ന സമയത്ത് വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നാഥാ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്നെ നാളെ കണ്ടുമുട്ടുമെന്ന ഉത്തമ ബോധത്തോടെ തന്നെ ഈ ദുനിയാവിൽ ജീവിക്കാൻ, നാളെ ഒരു വിചാരണ നേരിടേണ്ടി വരുമെന്ന ഉത്തമ ബോധത്തോടെ ഓരോ സെക്കൻഡിലും ആ ഓർമ്മയോടുകൂടി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ഓരോ സെക്കൻഡുകളും നിൻ്റെ ദിക്റിലായിക്കൊണ്ട്, നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. നിൻ്റെ കാരുണ്യവും നിൻ്റെ സഹായവും ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയൂല റഹ്മാനെ. ഞങ്ങളുടെ മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പുകളും നിൻ്റെ തൃപ്തിയിലായി കൊണ്ടാകാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വരും തലമുറകളെയും നീ സംരക്ഷിക്കണേ റഹ്മാനെ. നിൻ്റെ സംരക്ഷണ വലയം എപ്പോഴും ഞങ്ങൾക്ക് മുമ്പിൽ നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും തുറന്നു നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും നേരത്തെ ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ റഹ്മാനായ റബ്ബേ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ ഈ നന്മയുടെ വഴിയിൽ നടത്താൻ കാരണക്കാരായ ആരൊക്കെയുണ്ടോ അല്ലാഹുവേ, അവർക്കൊക്കെ നീ ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ.
നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളാതെ മുസ്ലിം എന്ന പേരിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലാഹുവേ. യഥാർത്ഥ തൗഹീദ് എന്താണെന്ന് അറിയാതെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്താണെന്ന് കറക്റ്റ് അറിയാതെ, യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥ മുസ്ലിം ആരാണെന്ന് അറിയാതെ ഇങ്ങനെ പേര് മുസ്ലിമായിട്ട് ജീവിക്കുന്ന, അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരാത്ത, പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലാഹുവേ. അവർക്കൊക്കെ നീ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. സത്യം സത്യമായി മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ, അത് പിൻപറ്റി ജീവിക്കാൻ എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ നാഥ. ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകി, ഹിദായത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് നൽകി റഹ്മാനായ റബ്ബേ. ഞങ്ങളുടെ ഹിദായത്തിനെ നീ നിലനിർത്തണേ റഹ്മാനെ. ഈ ദീനിൻ്റെ വഴിയിൽ സത്യമാർഗത്തിൻ്റെ വഴിയിൽ വന്നവരൊക്കെയും അല്ലാഹുവേ നീ അതിൽ അടിയുറച്ചു നിൽക്കാനുള്ള സബാത്ത് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ഈ ക്ലാസ്സുകളിലൂടെ ഇൽമിൻ്റെ വെളിച്ചം, അള്ളാഹുവിൻ്റെ നൂറാകുന്ന പ്രകാശം കിട്ടി സത്യം മനസ്സിലാക്കി കടന്നു വരുന്നവരുണ്ട് അല്ലാഹുവേ. അവർക്ക് നീ സ്ഥിരത നൽകണേ, ഉറപ്പ് നൽകണേ അല്ലാഹ്. ദീനിൽ ഉറപ്പ് നൽകണേ, വിശ്വാസത്തിൽ ദൃഢത നൽകണേ. വഴിപിഴപ്പിക്കുന്ന ഒന്നിലും പെട്ടുപോകാതെ യഥാർത്ഥ തൗഹീദിൻ്റെ വക്താക്കളായി മരണം വരെ ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. അപ്പോ വേണ്ടപ്പെട്ടെ മാലിമ ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്.